രേണുസുധി കിച്ചുവിനോട് ചെയ്തത് വലിയ തോന്നിയാസമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു നറേറ്റീവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കളിക്കണത്. രേണുസുധി അവനെ മൈൻഡ് ചെയ്തില്ല, അവന് വേണ്ടത്ര കെയർ കൊടുത്തില്ല, അവൻ്റെ റൂമിലേക്ക് പോലും വരുന്നില്ലായിരുന്നു. കൊല്ലം സുധി കിച്ചുവിനെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് രേണുസുധിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു സംഗതി. അപ്പോൾ രേണുസുധി എന്ന് പറയുന്നത് വളരെ പൈശാചികമായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു പിശാചി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു വൈബ്. ഗൈസ്, അതിൽ വേറൊരു വശമുണ്ട്. ഞാൻ ആ ഒരു വശത്തെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. കിച്ചു മൈ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തതാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത്. കിച്ചു ഏത് സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ആലോചിക്കാം കേട്ടോ. രേണുസുധിയും കിച്ചുവിൻ്റെയും ഒക്കെ ലൈഫിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് കിച്ചുവിനിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ വൺ ഹിറ്റായിട്ടൊക്കെ ഇങ്ങനെ പോയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണ്ടില്ല. ബിഗ് ബോസിൻ്റെ ടൈമാണ്, അതുകൂടി ശ്രദ്ധിക്കണേ. ബിഗ് ബോസിൻ്റെ ടൈമാണ്. ഇനി സോഷ്യൽ മീഡിയയിൽ കാണുന്ന സംഗതികളൊക്കെ ബിഗ് ബോസുമായി ബന്ധപ്പെടുത്തി വേണം എടുക്കാം. കിച്ചുവിന് ബിഗ് ബോസിൽ കിട്ടുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ അത്ര നിഷ്കളങ്കമായ രീതിയിലാണ് ഇത് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അതാര് സോഷ്യൽ മീഡിയയിൽ ബഹളം സൃഷ്ടിക്കുകയാണെങ്കിലും കണ്ടൻറ് ഇടുകയാണെങ്കിലും ഓക്കെ, ഇനിയിപ്പോൾ ബിഗ് ബോസിലേക്ക് കോളുകൾ വരുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ രേണുസുധിയുടെ ലൈഫ് മാറി നമുക്കറിയാവുന്നതാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുപാട് വിവാദങ്ങളിൽ പോയി പെട്ട് ഒരുപാട് ഹേറ്റേഴ്സൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഹേറ്റേഴ്സൊക്കെ ഉണ്ടായി. അവസാനം ഒരു ബിഗ് ബോസിലൊക്കെ പോയി ഫിനാൻഷ്യലിയൊക്കെ അവർ സെറ്റായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദുബായിലൊക്കെ ഒരു ഉദ്ഘാടനത്തിനൊക്കെ പോയി. അങ്ങനെയുള്ളൊരു സംഗതിയുടെ ഇടയിൽ കുടുംബമൊക്കെ അടിപൊളിയായിട്ട് നോക്കണു, കിച്ചുവിനുള്ള വേണ്ട പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നു, അവനെ നോക്കുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ വേണ്ടത്ര കെയർ ചെയ്തില്ല രേണുസുധി എന്ന് പറഞ്ഞ സാധനം. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഇവരുടെ പേഴ്സണൽ ലൈഫാണ്. നമ്മളീ പുറത്തുള്ള ഒരു ലെൻസും വെച്ചിട്ട് ഇവരുടെ ലൈഫിൽ ഇതിങ്ങനെയാണ് എന്താണോ ഒന്ന് മൈൻഡ് ചെയ്തില്ല അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. പിന്നെ അവർക്ക് തന്നെ അവരുടെ ലൈഫിൽ ഡെയിലി ലൈഫ് പറഞ്ഞാൽ വളരെ സ്ട്രഗിളാണ്. അതിൻ്റെ ഇടയിൽ വേണ്ടത്ര ഈ പറഞ്ഞ മാതിരി ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റണമെന്ന് ഒരു നിർബന്ധമില്ല കേസ്. എന്ന് കരുതി ഞാൻ രേണുസുധീനെ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നല്ല പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഇമോഷണലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും കേസ്. ഫിനാൻഷ്യലായ കാര്യങ്ങൾ ഇതൊക്കെ ഒരു വലിയ രീതിയിൽ സ്വാധീനിക്കും. അപ്പോൾ കിച്ചുവിൻ്റേതായ രീതിയിലുള്ള ട്രബിൾസ്, സങ്കടങ്ങൾ ഉള്ള സംഗതികളൊക്കെ ഉള്ള പോലെ തന്നെ രേണുസുധിക്കുണ്ടായിരിക്കും. നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്തത്? അപ്പോൾ അതെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് ജീവിച്ചുകൂടെ എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ട്, ഹാപ്പി ആയിട്ട് ജീവിച്ചുകൂടെ. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ പലപ്പോഴും അങ്ങനെ പറ്റണമെന്നില്ല. നമ്മളൊരു കാര്യത്തിലേക്ക് ഇവർ താമസിച്ചിരുന്നത് എവിടെയാണ്? ഇവർ കൊല്ലം സുധീരെ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്ന് പറയുന്നു. ഋതപ്പനുണ്ടായതിനു ശേഷം പിന്നീട് അവരവിടുന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായത് കൊണ്ടല്ലാതെ എന്തായാലും അവരവിടുന്ന് പോയിരുന്നു. പിന്നെ അപ്പോഴൊക്കെ അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നീട് അവർ താമസിച്ചിരുന്നത് രേണുസുധീരെ വീട്ടിലായിരുന്നു. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും കിച്ചു എന്ന് പറയുന്നത് കൊല്ലം സുധിയുടെ മകനാണ്. രേണുസുധി എത്രത്തോളം മകനെ പോലെ നോക്കിയിട്ടുണ്ടെങ്കിലും അവർ ബാക്കിയുള്ള വീട്ടുകാരെ അവരങ്ങനെ കാണണമെന്ന് ഒരു നിർബന്ധമില്ല കേസ്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് കരുതിയിട്ട് അവരെ ന്യായീകരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ പലപ്പോഴും ഇങ്ങനെ ഒരു വിഷയങ്ങളുണ്ടായിരിക്കും. പക്ഷേ രേണുസുധി ഇവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അങ്ങനെ പലരും അങ്ങനെ വീഡിയോസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, വിരലിൽ എണ്ണാവുന്ന ആളുകളാണെങ്കിലും. പൊതുവെ ഒരു നെറേറ്റീവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുധീനെ വില്ലത്തിയായിട്ട് ചിത്രീകരിക്കണം എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കിച്ചുവിന് അവൻ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. പിന്നെ അവൻ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചു തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം വെച്ചേക്കും, ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു എന്ന് അന്ന് മാത്രമാണ് കിച്ചു പറഞ്ഞിരുന്നതെങ്കിൽ അത് ആളുകൾ അവന് ഭയങ്കര രീതിയിൽ എയർ കയറ്റിയിരുന്നേനെ അല്ലേ. രേണുസുധീനെ എപ്പോഴും കുറ്റം പറയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചുവിനെ എന്തായാലും മൊത്തം കുറ്റം പറഞ്ഞിരുന്നേനെ. പക്ഷെ ഇപ്പോൾ ഞാൻ ഒറ്റപ്പെടൽ അനുഭവിച്ചു, അതുകൊണ്ട് അന്ന് ഞാൻ അവിടെ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സാധനം ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് ആളുകൾ എടുക്കുന്നത്. അപ്പോൾ ഒരു റീസൺ ഉണ്ടെങ്കിൽ ആ റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റിമെൻ്റലായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സപ്പോർട്ട് ഇല്ലേ. ഇതാണ് സോഷ്യൽ മീഡിയയിലെ ഒരു സംഗതി. നന്നായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ ലൈഫിലൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ രേണുസുധി വേണ്ട രീതിയിൽ നോക്കിയില്ല, എന്നെ ഇഷ്ടമല്ലായിരുന്നു, അതായത് കിച്ചുവിനെ ഇഷ്ടമല്ലായിരുന്നു രേണുസുധിക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാവർക്കും ഇപ്പോൾ കിച്ചുവിനോട് ഭയങ്കര സ്നേഹം. രേണുസുധീനെ വീണ്ടും വില്ലത്തിയായിട്ട് ചിത്രീകരിച്ചു. രേണുസുധിക്കുണ്ടായിരുന്ന സപ്പോർട്ടേഴ്സൊക്കെ ഇപ്പോൾ വേറൊരു രീതിയിൽ അവളെ നേരെ മണ്ടക്കടിച്ച് പോയ ഒരവസ്ഥയാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കട്ടോ, ഇത് രേണുസുധി എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് മറ്റേ സബ്സ്ക്രിപ്ഷൻ ഓണാക്കി വെച്ചതിന് ശേഷം ഭയങ്കര രീതിയിൽ ഹേറ്റേഴ്സ് അവർക്ക് കൂടിയിട്ടുണ്ട്.
അതായത് ഒരാൾ സോഷ്യൽ മീഡിയ വഴി കാശ് ഉണ്ടാക്കണ ആളുകൾക്ക് സമ്മതിക്കില്ല. എന്ന് ദാരിദ്ര്യം കഷ്ടപ്പാടായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആളുകളുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടാവും. സ്വന്തം കാലിൽ എന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ തുടങ്ങുന്നു അന്ന് ഭയങ്കരമായിട്ട് ആളുകൾ മണ്ടയ്ക്ക് അടിച്ചു തുടങ്ങും. ഇത് സോഷ്യൽ മീഡിയ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേസ്. സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ് തോന്നുന്നത് ഈ ഒരു സംഗതി. എന്തായാലും പലരും കിച്ചുവിന് സാമ്പത്തികമായിട്ട് സഹായിക്കണം അങ്ങനെ ഇങ്ങനെ നല്ലതാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, കിച്ചുവിന് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലുണ്ട്. രേണുസുതിക്ക് ഇൻസ്റ്റാഗ്രാം വഴി യൂട്യൂബ് വഴിയൊക്കെ പൈസ കിട്ടുന്നുണ്ടായിരിക്കും. അവർക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങൾ കിട്ടുന്നുണ്ട്. അവരൊരു സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്ററാണ്. സക്സസ്ഫുൾ ആയ ഒരു കണ്ടൻറ് ക്രിയേറ്ററായിട്ടാണ് ഇപ്പോൾ അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ കിച്ചുവിൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ അവൻ എഡ്യൂക്കേറ്റഡ് ആണ്. ഈസ് എൻ ആർട്ടിസ്റ്റിക് മൈൻഡുള്ള ഒരാളാണ്. അപ്പോൾ അവന് എഡിറ്റിംഗ് എന്താണോ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമ ഫീൽഡിലൊക്കെ അവൻ വരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവൻ ആദ്യമായിട്ട് ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. അവന് അങ്ങനെ ജോലിക്കൊന്നും പോയില്ലെങ്കിൽ തന്നെ അവന് യൂട്യൂബ് വഴി തന്നെ നല്ല രീതിയിൽ ഫണ്ട് ഉണ്ടാക്കിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ യൂട്യൂബിലെ ആളുകൾ ഇത് കാണണമെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കോൺട്രവേഴ്ഷ്യലായ സാധനങ്ങളോ അല്ലെങ്കിൽ സെൻറ്റിമെൻ്റലായിട്ടുള്ള കോമഡികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ആളുകൾ കൂടുതലും കാണുള്ള കേസ്. ഇവിടെ കിച്ചുവിൻ്റെ അനുഭവങ്ങളെ, ദുരനുഭവങ്ങളെ, അവന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ വില കുറച്ച് ഞാൻ കാണുകയല്ല ചെയ്യുന്നത്. സംതിങ് ഫിഷി ഈസ് ഹാപ്പനിങ് ഹിയർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് പോയിൻറ്റ്. ഇപ്പോൾ ഷഫീന ബീവിയുടെ യൂട്യൂബ് ചാനലിൽ രേണുസുദിനെ പൊതുവെ കുറ്റം പറഞ്ഞിട്ടാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുക ഇപ്പോൾ കുറേ ആയിട്ടും. അപ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ അവർ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് പലതും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേസ്. അവർക്ക് എങ്ങനെയെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാക്കി കാശുണ്ടാക്കുന്ന ഒരു സാധനമാണത്. ഷഫീന ബീവിയുടെ യൂട്യൂബ് ചാനലൊക്കെ എനിക്ക് തുടക്കത്തിലൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് ബോറടിച്ച് തുടങ്ങിയ സംഗതി. അവരൊരു സ്റ്റാൻഡില്ലാത്ത പോലെ എന്തൊക്കെ പറയുന്നവർ. അവർ വേറെ എന്തോ ആളുകളെ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് നല്ല കുറച്ച് മാസങ്ങളായിട്ടുള്ള ഒരു വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചാനലിനോടുള്ള ആ ഒരു പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു വിഷയങ്ങളിൽ എന്തൊരു വലിയ താല്പര്യം ഉണ്ടായി തോന്നില്ല. അപ്പോൾ കിച്ചുവിൻ്റെ കൂടെയുള്ളൊരു ഫോട്ടോ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ എന്തോ ഷഫീന ബീവിയാണ് ഇതിനൊക്കെ കാരണക്കാരി എന്നും ഉറപ്പിക്കാനൊന്നും പറ്റൂല കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുതി കൂടുതൽ സക്സസ്ഫുള്ളായി വരുന്നു, രേണുസുതി കൂടുതൽ കാശുണ്ടാക്കുന്നു, രേണുസുതിനെ ഒതുക്കി കെട്ടണം എന്നുള്ള രീതിയിൽ ട്രെൻഡ്, നെഗറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് പൊതുവെ മലയാളികൾക്ക് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേസ്. രേണുസുതി എന്നല്ല ആരായാലും ഇപ്പോൾ രേണുസുതിനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ ആളുകൾ മുതലെടുക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുതി ഇനി എന്താ പറയുക, അവൾ ഇപ്പോൾ രേണുസുതി പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള സംഭവമൊക്കെ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഒരു സാധനം ഉണ്ടല്ലോ, ഒരാളെ പ്രത്യേകിച്ച് ഒരു പെണ്ണിനെയൊക്കെ മാലാഖയായിട്ട് നമ്മൾ ഐഡലൈസ് ചെയ്യും. നമ്മളെന്താ പറയുക, അതായത് ആളെപ്പോഴും പോസിറ്റീവായ സാധനങ്ങൾ മാത്രം ചെയ്യുന്ന, സംസാരിക്കുന്ന, എപ്പോഴും ദാരിദ്ര്യം കഷ്ടപ്പാടിലൂടെ ജീവിക്കുന്ന, ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരാളായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കണം എന്നുള്ളൊരു ചിന്ത പൊതുവെ മലയാളികൾക്കിടയിലുണ്ട് തോന്നുന്ന കേസ്. അവരൊന്ന് സക്സസ്ഫുൾ ആയിട്ട് വരുന്ന സമയത്ത് അവരോടുള്ള സപ്പോർട്ടും അവരോടുള്ള സ്നേഹവും അവരോടുള്ള അനുകമ്പയും എല്ലാ സാധനങ്ങളും പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു വിഷയം. അപ്പോൾ എനിക്കിവിടെ തോന്നുന്നത് കിച്ചു എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ബിഗ് ബോസിൽ കയറാനുള്ള ഒരു അടവായിട്ടാണ് ഈ വീഡിയോ ചെയ്തതെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിച്ചു ഇപ്പോൾ സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ ശരിക്കും രേണുസുദിനെ ടാർഗറ്റ് ചെയ്തിട്ടൊരു പ്രതികാരം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നുള്ള സംശയമുണ്ട് കേസ്. വേറെ സംഭവം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ അവൻ എന്താ വെച്ചാൽ യൂട്യൂബ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോകണം. അപ്പോൾ അവൻ കൂടുതൽ അവനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അവന് വന്നിട്ടുണ്ടായിരിക്കും. മറ്റേ KTTCയുടെ ആളുടെ സപ്പോർട്ടും അങ്ങനെ സോഷ്യൽ മീഡിയയിലെ ആളുകളുടെ സപ്പോർട്ടൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവൻ്റെ ഈ പറയുന്ന പോലെയുള്ള ഡ്രഗ് ഉപയോഗിച്ചിരുന്നോ ഇല്ലേ എന്നുള്ള രീതിയിൽ അവന് കുത്തുകളൊക്കെ വന്നിരുന്നു വീഡിയോസിലൂടെയൊക്കെ, പലരും വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് അവൻ അത് വേറൊരു രീതിയിൽ അവതരിപ്പിച്ചാണ് രേണുസുതിക്ക് ഒരു കുത്തിട്ടിട്ട് ഇന്ന് ഒരു കൊട്ടും കൊടുത്തിട്ട് എന്ന് പറയാൻ പറ്റില്ല കേസ്. ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കണം. അല്ലാണ്ട് ഒരാൾ എന്ത് പറയുന്നു അത് തന്നെ മുഴുവനായിട്ട് വിശ്വസിക്കുക, ആ നറേറ്റീവിലൂടെ തന്നെ നമ്മൾ ചിന്തിക്കുക എന്ന് പറയാൻ പറ്റില്ല. അത് ഒരു അടിമത്താണ്. ഇപ്പോൾ ഒരാളിങ്ങനെ സംസാരിക്കുമ്പോൾ ആ പോയിൻ്റ് മാത്രം ആവണമെന്നില്ല കേസ്. അതിൻ്റെ പിന്നിൽ വേറെ റീസണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് കിച്ചുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ, അല്ലെങ്കിൽ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണുസുദീനെ വിമർശിച്ചുകൊണ്ട് കുറേ ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തോന്നിയത് ഇത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, വേറെന്തോ ഒരു കളികളും കൂടി ഇതിന് പിന്നിലുണ്ടായിരിക്കാൻ തോന്നിയിട്ടുണ്ട് കേസ്. പ്രത്യേകിച്ച് ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ടുള്ള കിച്ചുവിൻ്റെ ഒരു കളിയാണോ എന്നുള്ളത് തോന്നുന്നുണ്ടായി. അല്ലെങ്കിൽ കിച്ചുവിനെ അത്രയും ഹേർട്ട് ചെയ്യുന്ന ഒരു സംഗതി ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണ് രേണുസുദീനെ കുറേ ഇവന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു വിഷയങ്ങളായിരിക്കും മേ ബി. അല്ലെങ്കിൽ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുദി ഇപ്പോൾ വേണ്ടത്ര നോക്കണില്ലായിരിക്കും മുമ്പത്തെ പോലെ. ഇപ്പം ചിലപ്പോൾ കാശ് ചോദിച്ചപ്പോൾ കൊടുത്തിട്ടില്ലായിരിക്കും. അതിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും.
അല്ലെങ്കിൽ എന്താ കാര്യമെന്ന് വെച്ചാൽ ഈഗോ ക്ലാഷുകൾ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്ററാണ്, ഞാനും കണ്ടൻറ് ക്രിയേറ്ററാണ്, ഇങ്ങനെ രണ്ടാൾക്കാർ രേണുസുതിയും കിച്ചു ഇങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഈഗോ ക്ലാഷുകളായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വെല്ലുവിളിച്ചിട്ടുണ്ടായിരിക്കാം, അന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലക്സ് കൊണ്ടോ ഈഗോ കൊണ്ടോ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം ഗൈസ് ഇതിൽ. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന അവർ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് അടിപൊളിയായിട്ട് കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ. അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ വേണ്ട രീതിയിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കൂടി വരും. അത് വലിയ ശത്രുതയ്ക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് ഗൈസ്. ആളുകൾക്ക് വേണ്ടതും ഇത് കാണാനും കേൾക്കാനുമാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് അവർ പോകാണ്ടിരിക്കട്ടെ. അവർ എന്തൊക്കെ പറഞ്ഞാൽ ഒരു ഫാമിലിയാണല്ലോ, ഫാമിലിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ള സാധനം. പക്ഷേ പ്രാക്ടിക്കലി ഒന്ന് ആലോചിച്ചു ഇത് എന്തൊക്കെ പറഞ്ഞാലും രേണുസുതിയുടെ മകനായ ഋതപ്പൻ എന്തൊക്കെ പറഞ്ഞാലും കിച്ചു ഒരു ഔട്ട്സൈഡറാണ്. അപ്പോൾ കിച്ചുവിൻ്റേതായ ഫ്രണ്ട് സർക്കിൾ, അവൻ്റേതായ കണ്ടൻറ് ക്രിയേഷൻ, അവൻ്റേതായ ലൈഫായിട്ട് അങ്ങനെ പോകേണ്ടി വരും. പ്രാക്ടിക്കൽ ലൈഫിൽ ചിന്തിക്കുന്ന സമയത്ത് രേണുസുതി രീതിയിൽ ഇങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ അതിപ്പോൾ ഇപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചിലപ്പോൾ ഒരു ഓപ്ഷൻ പോകണമെന്നില്ല, ചിലപ്പോൾ പിരിഞ്ഞിരിക്കുമ്പോഴായിരിക്കും ഒന്ന്, അതായത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ പൊട്ടൻഷ്യലൊക്കെ ഉണ്ടായിട്ടായിരിക്കും ചിലവരങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോവുക കേസ്. അപ്പോൾ അങ്ങനെയും കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഡീലിങ് ഓരോ രീതിയിൽ. ഇപ്പോൾ രേണുസുതി ആ പറയുന്ന ഒരു വീഡിയോ എനിക്ക് വളരെ സ്ട്രൈക്കിങ് ആയി തോന്നി. ഞാൻ പറയുന്നു മിനിഞ്ഞാന്ന് വരെ അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് രേണുസുതി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മിനിഞ്ഞാന്ന് എന്ന് പറയുന്ന ശേഷമുള്ള ആ 2 ദിവസം കൊണ്ട് ഇന്നലെ, അതായത് അന്ന് പറഞ്ഞ ആ ഇന്നലെ ഇന്നും ആയിട്ട് എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. ആരെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അവൻ അങ്ങനെ വീഡിയോ ചെയ്തത്. അത് പെട്ടെന്ന് ഇപ്പോൾ സഡനായിട്ട് ഞാൻ ചെയ്യും. അത് കണ്ടപ്പോഴാണ് ഫസ്മിനയുടെ കാര്യം ഓർമ്മ വന്നത്. ഇപ്പോൾ ലലുബി പറയുന്ന ഒരു കാര്യമുണ്ട്, അവൾ വീഡിയോ ചെയ്യുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന്. അപ്പോൾ അറിയില്ല അതെന്താ സംഭവം എന്ന്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കിച്ചു എന്ന് പറഞ്ഞ ചെറിയ പയ്യനൊന്നല്ല, സ്വന്തം കാലിൽ നിൽക്കാവുന്ന അങ്ങനെ ഒരു രീതിയിലുള്ള കത്തി നിൽക്കുന്ന ഒരു സ്റ്റേജിലുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അവൻ്റേതായ ലക്ഷ്യങ്ങളും സംഗതികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ട്രാപ്പിൽ വീഴരുത് എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ഞാൻ കിച്ചുവിനെ മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, രേണുസുതിനെ മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാനിവിടെ പറയുന്നത് അത് അവരുടെ ഫാമിലി ഇഷ്യൂസാണ്, ഫാമിലി കാര്യങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞാലും അവന് 3 നേരത്തുള്ള ഫുഡ്, അത്യാവശ്യം വേണ്ട കെയർ, അതേപോലെ തന്നെ അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു കെയറൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവൻ ഈ കോൺഫിഡൻസിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കില്ലല്ലോ. അവൻ എവിടെ താമസിച്ചിരുന്നത്, പിന്നെ അവൻ്റെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോയി എന്നൊക്കെ സംഗതികളൊക്കെ പറഞ്ഞു. അപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു അവന് കെയർ ചെയ്യാൻ. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഫുഡ് ഇല്ലാണ്ട് അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ആട്ടുതുപ്പും കേട്ടിട്ട് അച്ഛൻ കള്ളു പിടിച്ച് വന്നിട്ട് രാത്രി ഉറങ്ങാൻ പറ്റാണ്ട് പേടിച്ച് അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതിനെയൊക്കെ ദുരിതം അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട് കേസ്. അപ്പോൾ എന്തായാലും കിച്ചുവിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗ്രാഫ് നേരെ മുകളിലേക്കാണ്. അവന് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, അവന് ഇനി ഒരുപാട് ഇനോഗ്രേഷൻസും സംഗതികളൊക്കെ വരുന്നുണ്ടായിരിക്കും. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് വഴി ഒരുപാട് പൈസ കിട്ടുന്നുണ്ടായിരിക്കും. സിനിമ ഫീൽഡിലേക്ക് അവൻ്റെ എൻട്രി ഒക്കെ വളരെ എളുപ്പമായിരിക്കും. ബിഗ് ബോസിൽ അവന് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ രേണുസുതിയൊക്കെ കൂടുതൽ അടിപൊളിയായിട്ട് അവൻ വരുന്നുണ്ടായിരിക്കാം. ഒരു മേ ബി ഈഗോ ക്ലാഷ് ആയിരിക്കും ഈ സംഭവം, അല്ലെങ്കിൽ കോംപ്ലക്സിൻ്റെ ഒരു കളികളൊക്കെ ആയിരിക്കും ഇതിൽ. എന്തായാലും നോക്കാം ഇനി എന്താണ് അടുത്ത ഇവരുടെ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാൻ കഴിയും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത് കേസ്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ടൈമിലാകുമ്പോൾ എന്താ വെച്ചാൽ ബിഗ് ബോസിൻ്റെ ടൈം എന്നല്ല, ഈ ഒരു 2-3 മാസം ആയിക്കോട്ടെ, ഇനി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെ ആക്റ്റീവായിരിക്കും. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് വീഡിയോസ് ആയിക്കോട്ടെ, അതുലിൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ, ഇറ്റ്സ് മീ ഗൈസ് ആയിക്കോട്ടെ, ഇവർ ഒരു വീഡിയോ ഡെയിലി വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 2, 3, 4 ആയിട്ട് മാറാനുള്ള സാധ്യത. ലൈഫ് ഓഫ് അനന്തു, അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെ പലതരത്തിലുള്ള സംഗതികൾ. അപ്പോൾ യൂട്യൂബിൽ തന്നെ എത്ര ആളുകളാണ് ഈ ഒരു ടൈമിൽ ചട്ടപ്പടയെന്ന് വരുന്നത്, ഈ ഒരു 1-1.5 മാസത്തിനുള്ളിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ വൈറലാവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗവും എനിക്കും ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കാനുള്ള ഒരു ഈഗോയുടെ ഒരു സംഭവം, വേറൊരാളുടെ വെല്ലുവിളി കൊണ്ട് അങ്ങനെ വരുന്ന സംഭവം. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ചിലവർ പറയില്ലേ, ഇപ്പം രേണുസുതിനെയൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് പോകാൻ പറ്റും, രേണുസുതി സ്വന്തം കാര്യം നോക്കിയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്, അപ്പോൾ നിനക്കൊന്ന് ചെയ്തോടെ എന്ന് ചിലപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ, പേഴ്സണലി മെസ്സേജ് അയച്ചുകൊണ്ടോ, സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നതൊക്കെ. എന്തായാലും ഇവിടെ ആരും നിഷ്കളങ്കരല്ല ഗൈസ്. പിന്നിപ്പോൾ അവൻ വളരെ നിഷ്കളങ്കമായ രീതിയിൽ അവൻ്റെ ലൈഫിൻ്റെ ഒരു കാര്യമാണ് ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് രേണുസുതി പറഞ്ഞത്, എന്തുകൊണ്ടാവും അങ്ങനെ വീഡിയോ ചെയ്തതെന്ന് അറിയില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ അവർ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ലേ, ഞാനത് ആലോചിച്ചത്. അവൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു, രേണുസുതിക്ക് ആ വീഡിയോ ചെയ്ത ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ അവർ കള്ളം പറയുമായിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫേക്കായ രീതിയിലായിരിക്കും അവർ സോഷ്യൽ മീഡിയയിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഭയങ്കര കമ്പനിയാണെന്നുള്ള രീതിയിൽ അവർ നിന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു രീതിയിലായിരിക്കാനുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി കമ്പനിയാണെന്ന് കാണിച്ചതായിരിക്കാം. എന്തായാലും ഒരു കാര്യമുണ്ട്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി രേണുസുതിക്കും
കിച്ചുവിനും ആയിട്ടുണ്ട്. ഋതപ്പൻ ചെറിയ പയ്യനാണ്. ഋതപ്പനെ നോക്കേണ്ടത് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ഇത് രേണുസുതിക്കുണ്ട്. കിച്ചുവിനെ ഇനിയിപ്പോൾ ഒരാൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവന് നല്ലൊരു യൂട്യൂബ് ചാനലുണ്ട് വളരെ സക്സസ്ഫുൾ ആയ രീതിയിൽ. ഇപ്പോൾ കെയർ കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരു സ്റ്റേജ് ആയിരുന്നു. ഇപ്പോൾ രേണുസുതിക്കും വേണ്ടത്ര കെയർ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് കടങ്ങൾ, അതേപോലെ അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. വെള്ളടി കൊല്ലം സുധിയുടെ, അതേപോലെ ഇങ്ങനെ 2-3 പെണ്ണുങ്ങളെ കെട്ടിയുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിക്കുമ്പോഴുള്ളൊരവസ്ഥ. ഇനി അത് വേറെ റിലേഷൻസ് കൊല്ലം സുധിക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് വീടില്ലാത്തൊരവസ്ഥ, ഉള്ള തന്നെ ചെറിയൊരു വീട്ട് വാടകയ്ക്കൊക്കെ എല്ലാവരും താമസിച്ചെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും അവരുടേതായ സ്ട്രഗിൾസ് ഉണ്ട് ഗൈസ്. അപ്പോൾ കിച്ചുവിന് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ട്. കിച്ചുവിനെയൊക്കെ അനുഭവിച്ച എത്ര ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അവരവരുടെ പണ്ണാങ്കുഞ്ഞിന് കാക്കയ്ക്ക് തനിക്കുഞ്ഞ് പൊന്നുകുഞ്ഞ് പറഞ്ഞവരെ എല്ലാവരുടെ അനുഭവങ്ങളും അവരവർക്ക് വലുതായിരിക്കും. എന്തായാലും നോക്കാം. ഇനി കിച്ചു ഇത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കൊണ്ട് കാണ്ടായിട്ട് ഇനി വരുന്നുണ്ടെന്നാവും. ഞാൻ മൊത്തം ആകെ ഒരു 20% മാത്രമാണ് വീഡിയോയിലൂടെ റിവീൽ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 80% എന്തെന്നാവും നമുക്ക് എന്തായാലും നോക്കാം.